ഹായ് ഫ്രണ്ട്സ്, A2Z ഫാരിസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് നല്ല നാടൻ രീതിയിലുള്ള തേങ്ങ വറുത്തരച്ച മീൻകറിൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ഫ്രൈ പാനിലിട്ടിട്ട് അതൊന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 4-5 ചെറിയുള്ളിയും 2 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ചെറിയുള്ളി നിങ്ങളെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കഷ്ണം സവാള ഇട്ടിട്ട് വറുത്തെടുത്താൽ മതി. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം നമ്മൾ വറുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് ബ്രൗൺ കളർ ആവുന്നില്ല. ഏകദേശം വറുത്തി വരുന്ന സമയത്ത് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കിതൊന്ന് 1-2 മിനിറ്റും കൂടി വറുത്തെടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ലാസ്റ്റ് ടൈം വേണം മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇട്ടെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കിയ ഉടനെ നമുക്ക് തീ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ഈ പൊടികൾ കരിഞ്ഞു പോകും. അപ്പോൾ ഞാനിവിടെ ഒരുപാട് സമയം ഇട്ടിട്ട് തേങ്ങ വറുക്കുന്നില്ല. ഏകദേശം ബ്രൗൺ കളർ ആവുമ്പോൾ തന്നെ എല്ലാ പൊടികളും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ തേങ്ങ വറുത്തത് ചൂടുപോകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള മീൻ ഇവിടെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയും കൂടി നമുക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. അപ്പോഴേക്കും നമുക്കിനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടായി വരുന്ന സമയത്ത് നമുക്കൊരു 1/4 ടീസ്പൂണ് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ഭാഗം, ഒരു സവാളൻ്റെ ഒരു 1/4 ഭാഗം സവാളയും ഒരു 3 പച്ചമുളകും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തേങ്ങ വറുക്കുമ്പോൾ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോഴേക്കും നമ്മൾ തേങ്ങ അരച്ചെടുക്കണം. നമ്മൾ തേങ്ങയെല്ലാം വറുത്തത് നല്ലോണം തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ വഴറ്റിയതിൽ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച പുളി നമുക്കിതിലേക്ക് ഒഴിച്ചെടുക്കാം. നമുക്ക് പുളി ആവശ്യമുള്ളത് നമുക്ക് ഒഴിച്ചെടുക്കാം. ഒരുപാട് പുളി ആവരുത്, അപ്പോൾ നമ്മൾ ആ കറിൻ്റെ ഫ്ലേവർ അങ്ങ് പോയി പോവും. അപ്പോൾ നമ്മൾ തേങ്ങ നല്ല പേസ്റ്റ് രൂപത്തിലായിട്ട് അരച്ചിട്ടുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിലായിട്ട് അരയണം, എന്നാലാണ് നമ്മളെ കറി നല്ലോണം ശരിയാവുക. അപ്പോൾ ഈ പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ തേങ്ങ അരച്ചതും കൂടി ഒഴിച്ചെടുക്കാം. ഇനി ഇത് നമ്മൾ തേങ്ങ അരച്ചത് നല്ല കട്ടിയായിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആ മിക്സിൻ്റെ ജാറിൽ തന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഇത് തേങ്ങ അരച്ച കറിയാകുമ്പോൾ തന്നെ നമുക്കിത് തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ടിയാവും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഒരു മീഡിയം സ്റ്റീമിലിട്ടിട്ട് ഇതൊന്ന് നല്ലോണം തിളക്കാൻ വെക്കാം. ഇപ്പോൾ നമ്മുടെ കറി നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കിയ മീനിട്ട് കൊടുക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുക. മീൻ ഇട്ടതിന് ശേഷം ഇങ്ങനെ സ്പൂണ് കൊണ്ട് ഇളക്കരുത്. നമുക്കിതുപോലെ പിടിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ കറിയുടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ മീനെല്ലാം ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറി ഒന്ന് താളിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 3-4 ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടിയിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയുള്ളി ഇല്ലെങ്കിൽ നമുക്കൊരു കഷ്ണം സവാള എടുത്തിട്ട് ചെറുതായിട്ട് ചോപ്പർ ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. അതിലേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യുന്ന സമയത്ത് ഈ ചൂടായ എണ്ണയിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അന്നേരം തന്നെ വേഗം കറിയിലേക്ക് ഒഴിച്ചെടുക്കാം. അതായത് നമ്മൾ മുളക് പൊടി നല്ലോണം കരിഞ്ഞു പോകാൻ പാടില്ല. തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് കറിയിൽ ഒഴിക്കുന്ന സമയത്ത് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ നമ്മൾ താളിക്കുന്ന സമയത്ത് ഇങ്ങനെ മുളക് പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വേറെ തന്നെ ഒരു സ്മെല്ലായിരിക്കും നമ്മളെ കറിക്ക്. തേങ്ങ വറുത്തരച്ച കറിയൊക്കെ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുന്നതായിരിക്കും. പക്ഷേ ഇതുപോലെയല്ല നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായാലും ലൈക്കും ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.